അങ്ങനെ ഇവിടെ നമ്മൾ അലി ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് കയാക്കിന് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ലക്ഷദ്വീപിലെ കയാക്ക് എങ്ങനെയുണ്ട്? അപ്പൊ അങ്ങനെ കയാക്കിന് പോവാണ് ലക്ഷദ്വീപില്. ഇതാണ് കയാക്കിന്റെ ബോട്ട്. ഹായ് ഹായ് ഹായ്. അങ്ങനെ ലക്ഷദ്വീപിൽ നമ്മളിങ്ങനെ കയാക്കിന് പൊക്കോണ്ടിരിക്കുകയാണ്. പുറകിൽ ഉബൈദാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്ര ക്ലിയർ വാട്ടറാണിത്. അതായത് ലഗൂൺ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ കോറൽ റീഫ് ഉള്ള സ്ഥലത്ത് ഇപ്പം അവിടെയാണ് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ആ കോറൽ റീഫ് ഉള്ളത്. അവിടെ അതുകൊണ്ട് തിരകളൊന്നും ഇങ്ങോട്ട് വരത്തില്ല, അതങ്ങ് ഇതാകും. അതുകൊണ്ടാണ് ഇവിടെ നല്ല ക്ലിയർ വാട്ടർ. ഇതേപോലെ പല ദ്വീപുകൾ ഇവിടെ ഉണ്ട്. 36 ദ്വീപുണ്ട്. അങ്ങനെയാണ് ഒത്തിരി ദ്വീപുകളെ പോലെ കാണുന്നതിന് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതിനകത്തൊരു 10 ദ്വീപിൽ മാത്രമേ ആൾക്കാരുള്ളൂ. കയാക്കിങ്ങിനൊക്കെ വന്നിട്ട് വേറൊരു ദ്വീപിൽ വന്നിരിപ്പുണ്ട്. ഇതിനപ്പുറം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ദ്വീപ്, ഫ്രണ്ടിൽ വേറൊരെണ്ണം. ഈ കാക്കയും കൊണ്ട് ഞാൻ തോറ്റു. റൈറ്റ് സൈഡിൽ വേറൊരെണ്ണം. അപ്പം 3 ദ്വീപുകളും ഞങ്ങൾ വന്നത് വേറൊരു ദ്വീപിൽ നിന്നാണ്. അപ്പം 4 ദ്വീപ് അടുത്തടുത്തടുത്ത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊന്നും ആൾക്കാരില്ല. പക്ഷെ നല്ല രസമാണ്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. കുറേ നേരം ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ തണലത്തായിരിക്കുന്നത്. വെയിലത്താകുമ്പോൾ ഭയങ്കര ചൂടും ഇതാണ്. സൺബേൺ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അധികം വെയിലത്ത് പോകുന്നില്ല. ഇന്ന് പിന്നെ ക്ലാസ്സും ക്യാമ്പും കൺസൾട്ടേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്നാൽ എൻ്റെ കാക്കയെ അല്ലെങ്കിൽ കാക്കയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാക്കയുടെ സ്ഥലത്ത് നമ്മൾ വന്നിരുന്നു വെച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം. അങ്ങനെ അപ്പം അടിപൊളിയായിരുന്നു, സൂപ്പർ. അങ്ങനെ ഭയങ്കര വെയിലാണ്. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ ഐലാൻഡിൽ നിന്ന് മറ്റേ ഐലാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കയാക്കിങ് കഴിഞ്ഞു. കാണാം. ബൈ ബൈ. നമ്മൾ തുഴഞ്ഞ് അങ്ങ് പോവുകയാണ്. നമ്മുടെ കൂടെയുള്ള ടീംമേറ്റ്സ്. അങ്ങനെ ഞങ്ങളുടെ കയാക്കിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയും വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കണം. അടിപൊളിയായിരുന്നു, സൂപ്പർ.